ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടയപ്പം ഉണ്ടാക്കിയാലോ. ഇപ്പോൾ മുട്ടയപ്പത്തിന് നമ്മൾ ആദ്യം കൂട്ടി കഴിക്കാൻ ഒരു ഗ്രേവി ഉണ്ടാക്കണം. ആദ്യമേ ചെറിയ കുക്കർ അടുപ്പത്ത് വെച്ചു, അതിൽ 2 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്തു. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർക്കണം. കുറച്ച് ബീൻസും കൂടി ചേർത്ത് ചെറിയ കഷ്ണമാക്കി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 2 വിസിൽ വരണ വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവണം. അപ്പോൾ അതിനാണ് 2 വിസിൽ വരണ വരെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വെജിറ്റബിൾസ് വേവിച്ച് മാറ്റി വെച്ച് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ആ കുക്കറിലുള്ള ഗ്യാസ് മുഴുവൻ പോയ പിന്നെ തുറന്നാൽ മതിയാവും. വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുത്ത് മൺചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. അപ്പോൾ ആദ്യമേ കശുവണ്ടി പരിപ്പ് കുറച്ച് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അതിൻ്റെ കൂടെ കിസ്മിസും കൂടി ചേർക്കണം. ഉണക്കമുന്തിരി കുറച്ച് ചേർത്ത് അതും കൂടി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ സവാള, ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടി ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഒന്ന് അധികം ഫ്രൈ ചെയ്യണ്ട. സവാള അത് ചെറുതായിട്ട് വഴണ്ടി കിട്ടിയാൽ മതിയാവും. അപ്പം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മതിയാവും. കുറച്ച് പച്ചമുളക് 3 പച്ചമുളക് ഞാൻ 2ആയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയത് അതും കൂടി ചേർത്തു. ഇതിന് എരിവിന് മുളക് പൊടിയൊന്നും ചേർക്കണില്ല. ഇപ്പോൾ 4 ഗ്രാമ്പും 2 കഷ്ണം പട്ട, 2 ഏലക്ക ഇതും ചേർക്കണം. ഇതും അതിൻ്റെ സവാളയുടെ കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. പച്ചമുളകും ഈ ഗ്രാമ്പ്, പട്ട, ഏലക്ക എല്ലാം സവാളയുടെ കൂടെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പം നേരത്തെ നമ്മൾ വെജിറ്റബിൾസിന് മാത്രം ഉപ്പ് ചേർത്തുള്ളൂ. അത് വേവിച്ചെടുത്തു. വെജിറ്റബിൾസും കൂടി ചേർക്കുക. ചൂടാറിക്കഴിഞ്ഞ് ആ ഗ്യാസൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് ആ സവാള ചെറുതായിട്ട് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം. എന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ച് അത് തോർത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ്. ഇപ്പോൾ 1-ാം പാൽ 2-ാം പാൽ എടുക്കണില്ല. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഗ്രേവി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തവണ മാത്രം കട്ടിയായിട്ടുള്ള പാൽ ഞാൻ എടുത്തു. ഇപ്പോൾ മുട്ടയപ്പത്തിന് വെജിറ്റബിൾ ഇഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ചേർത്തതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 2 പിഞ്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്തു. ഇതുവരെ നമ്മൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. കല്ലുപ്പ് കുറച്ച് ചേർത്ത്. നേരത്തെ വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. അപ്പോൾ ഈ കറിക്ക് സ്റ്റൂവിന് വേണ്ട ഉപ്പും കൂടി ലാസ്റ്റ് ചേർത്തു. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചതും അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിള വന്നതും കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് ഇറക്കാം. അപ്പോൾ നമുക്ക് മുട്ടയപ്പത്തിനുള്ള വെജിറ്റബിൾ ഇഷ്ടു റെഡിയായി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് ഇറക്കി വെക്കാം. അപ്പോൾ ആദ്യമേ മുട്ടയപ്പത്തിന് 2 മുട്ട പൊട്ടിച്ച് നമ്മൾ ഒരു ബൗളിലാക്കാം. ഈ മുട്ടയിൽ കുറച്ച് ഉപ്പ്, ഇതിന് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കണം. കുറച്ച് സവാള ചെറുതായിട്ട് മുറിച്ചത് അതും കൂടി ചേർക്കുക. ഞാൻ ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം തന്നെ മുട്ട നന്നായിട്ട് ഉടച്ച് ബീറ്റ് ചെയ്യുക. എന്നിട്ട് വേണം അതിൻ്റെ കൂടെ സവാള കുറച്ച് ഏറ്റവും ചെറുതായിട്ട് എത്ര അരിയാൻ പറ്റുമോ അത്ര അരിയാം. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മുട്ടയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. സവാള ഞാൻ കുറച്ച് ചേർത്താൽ മതിയാവും. ഈ 2 മുട്ടയായതും നിങ്ങൾ മുട്ട കൂടുതൽ എടുക്കണമെങ്കിൽ അതനുസരിച്ചുള്ള സവാളയും പച്ചമുളക് ചേർക്കാം.
ഞാൻ 2 മുട്ട മാത്രം ആയതുകൊണ്ട് കുറച്ച് സവാള കഷ്ണങ്ങളാക്കിയതും പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഒരെണ്ണം നന്നായിട്ട് തീരെ ചെറുതായിട്ടാക്കണം. അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇപ്പം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം വെള്ളയപ്പം മാവ് നമ്മൾ അപ്പച്ചട്ടിയിൽ സാധാരണ പാലപ്പം വെള്ളയപ്പം ഉണ്ടാക്കണ ആ അപ്പച്ചട്ടിയിൽ തന്നെ മാവ് അപ്പച്ചട്ടി ചൂടാക്കി മാവ് കോരി ഒഴിക്കണം. കോരി ഒഴിച്ച് നമ്മൾ അപ്പം പരത്തുന്ന രീതിയിൽ ചുറ്റിച്ചെടുക്കുക. കല്ല് ചൂടായത് ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു. ഒരു തവി കുറച്ച് കൂടുതൽ ഒഴിച്ചു. നമ്മൾ ചുറ്റിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഇത് വേവാൻ വെക്കണം. ഇത് വെന്ത് കഴിഞ്ഞത് നമ്മൾ നേരത്തെ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മിക്സ്, ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് മുട്ടയുടെ മിക്സ് നമ്മൾ ഇതിൽ ചേർക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. കറക്റ്റ് പാകത്തിന് മൊരിഞ്ഞ് വരണ്ട. വെന്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കോഴിമുട്ടയുടെ മിക്സ് നമ്മൾ ഇതിൽ ചേർക്കുക. ഒന്നുകൂടി ചുറ്റിച്ച് കൊടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഒന്നുകൂടി അടച്ച് വയ്ക്കുക. മുട്ട വേവാൻ വേണ്ടിയാണ്. അപ്പം അടച്ച് നമ്മൾ സ്ലോ ഫയറിൽ വെക്കണം. തീ കൂട്ടി വയ്ക്കരുത്. ഈ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ടതാണ്. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. സെൻറ്ററിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മുട്ടയപ്പം റെഡിയായി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് മേളിൽ ചവിതരി മുട്ട മിക്സ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി വിതറി കൊടുക്കാം. മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ മല്ലിയിലയും എല്ലാം കൂടുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ അതുകൊണ്ടാണ് മല്ലിയിലയൊക്കെ ചേർത്തത്. ഞാൻ 2 ഉണ്ടാക്കി. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് സെൻറ്ററിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പം റെഡിയായി. അടി കരിഞ്ഞു പോവില്ല. നമ്മൾ തീ കുറച്ച് വെച്ച് മൊരിച്ചെടുക്കുന്നതാണ്. അടിഭാഗം കരിയാതെ ഇങ്ങനെ എടുക്കണം. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾ കറിയും കൂട്ടി കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറയും. ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നിങ്ങൾ എപ്പോഴും വെള്ളയപ്പം പാലപ്പം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കും. നല്ലതാണ്. ഇതിൽ എഗ്ഗും വെജിറ്റബിൾസും പിന്നെ മല്ലിയില എല്ലാം ചേർന്നുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണ്, അവർ കഴിച്ചോളും. ഇപ്പം നമ്മുടെ സീസൺ 1 6ാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണേ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് സെൻറ്ററിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.